ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡ്രൈവർ എക്സാമുകൾക്ക് പൊതുവെ ചോദിക്കാറുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട PYQs ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തീർച്ചയായിട്ടും വിറ്റാമിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് PSC ചോദ്യം ചോദിക്കുന്നതാണ്. അത്തരത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്, കുറച്ച് വ്യത്യസ്തമായിട്ട് ചോദിച്ച ചോദ്യമാണ്. അതായത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നമുക്കറിയാം വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ എ, റെറ്റിനാൾ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്ന് മനസ്സിലാക്കുക. എന്താണ് നിശാന്തത. അടുത്താണ് വിറ്റാമിൻ ബി എന്ന് പറയുന്നത്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെറീബെറി ആണ്. അല്ലെ, ബെറീബെറി ആണ്. വിറ്റാമിൻ സി, ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കർവി ആണ് എന്ന് മനസ്സിലാക്കുക. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. അടുത്തതാണ് വിറ്റാമിൻ ഡി എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അതാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം എന്ത് സംഭവിക്കുന്നു? റിക്കറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ കെയുടെ കുറവ് മൂലമാണെന്ന് മനസ്സിലാക്കുക. എന്താണ്? വിറ്റാമിൻ കെയുടെ കുറവ് മൂലമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വിറ്റാമിൻ എ അപര്യാപ്തത രോഗം നിശാന്തത, വിറ്റാമിൻ ബി അപര്യാപ്തത രോഗം ബെറീബെറി, വിറ്റാമിൻ സി അപര്യാപ്തത രോഗം സ്കർവി, വിറ്റാമിൻ ഡി അത് റിക്കറ്റ്സ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പൊ വിറ്റാമിനുകൾ തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ എക്സാമിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വിറ്റാമിനുകൾ. അല്ലെ, വിറ്റാമിനുകൾ അവയുടെ സയന്റിഫിക് നെയിം, അതിന്റെ അപര്യാപ്തത രോഗങ്ങൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത നമുക്ക് നോക്കാം. എന്താണ് ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? ഒരു ജീവിതശൈലി രോഗമായിട്ടുള്ള പക്ഷാഘാതം ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ റീസൺ എന്താണ്? നമുക്കറിയാം പക്ഷാഘാതം ജീവിത രീതികൾ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. അത്തരത്തിലേറെ പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ മസ്തിഷ്കത്തിലെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നമ്മുടെ പക്ഷാഘാതം എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മസ്തിഷ്കത്തിലെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? പക്ഷാഘാതം എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ബാക്കി കുറച്ച് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം പ്രമേഹം എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ്. അല്ലെ, അതായത് ഇൻസുലിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം മൂലം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ആ ഇൻസുലിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം മൂലം ഗ്ലൂക്കോസിന്റെ അളവ് കൂടുക, ഷുഗറിന്റെ അളവ് കൂടുന്ന ജീവിതശൈലി രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാറ്റി ലിവർ ആണ്. ഒന്നുമില്ല, ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നു, അതായത് കരളില് കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് മനസ്സിലാക്കുക. അല്ലെ, ഫാറ്റി ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അല്ലെ, അടുത്താണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? പക്ഷാഘാതം. അതാണ് നമ്മളിപ്പോ പഠിച്ചത്. അടുത്താണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ BP എത്രയാണ്? നോർമൽ BP എന്ന് പറയുന്നത് 120/80 mmHg ആണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെ, 120/80 mmHg ആണ് നോർമൽ ബ്ലഡ് പ്രഷർ. ആ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം എന്ത് ചെയ്യുന്നു? ആ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നു. രക്തധമനികളുടെ വ്യാസം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ പ്രധാനമായിട്ടും അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അടുത്താണ് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന രോഗം. അതായത്
നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലാണ് കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ കൊറോണറി ധമനി എന്ന് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ കൊറോണറി ധമനിയിൽ ഈ കൊഴുപ്പടിഞ്ഞ് അല്ലെ ഫാറ്റ് അടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഹൃദയാഘാതം. ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം കൂടിയാണ് ഹൃദയസ്തംഭനം എന്ന് കൂടി മനസ്സിലാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഇവയാണ് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത കുറച്ച് വാക്സിനുകൾ. തീർച്ചയായിട്ടും വാക്സിൻ, അതിനു മുമ്പ് ഒരു ചോദ്യം പറയുന്നുണ്ട്. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. എന്താണ്? പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു അന്തർസ്രാവി ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തർസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് അന്നപഥത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ദഹന ഗ്രന്ഥിയും അതേപോലെ എന്താണ്? ഒരു അന്തർസ്രാവി ഗ്രന്ഥിയുമാണ് എന്ന് മനസ്സിലാക്കുക. അതായത് പാൻക്രിയാസ് ദഹനത്തിന് സഹായിക്കും, അതേപോലെ തന്നെ ഹോർമോണുകൾ ഉപയോഗിക്കും. ദഹനത്തിന് സഹായിക്കും, അതേപോലെ തന്നെ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കും. ദഹനത്തിന് സഹായിക്കാനായിട്ട് ദഹന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസിൽ ബീറ്റാ സെല്ലുകളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. ആ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ അല്ലെ? അതേപോലെ തന്നെ പാൻക്രിയാസിൽ ആൽഫ കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. എന്താണ്? ഗ്ലൂക്കഗോൺ എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോ ഇൻസുലിനും ഉണ്ട്, ഗ്ലൂക്കഗോണും ഉണ്ട്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ദഹനഗ്രന്ഥിയുമാണ്, അതേപോലെ എന്താണ്? ഒരു അന്തർസ്രാവി ഗ്രന്ഥിയുമാണ്. അടുത്തൊരു ചോദ്യം, അതായത് ഈ പറയുന്ന വാക്സിനുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒന്നുമില്ല, വാക്സിനുകളുടെ പേരുകൾ പഠിച്ചാൽ മതി. ആദ്യം, കുട്ടിയുടെ ജനന സമയത്ത് പ്രധാനമായിട്ടും കുത്തിവെക്കുന്ന വാക്സിനുകൾ, നൽകുന്ന വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OPV, ഓറൽ പോളിയോ വാക്സിൻ. BCG, ക്ഷയരോഗത്തിന് കുത്തിവെക്കുന്ന വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി. അതിൽ ഈ BCGയുടെ ഫുൾ ഫോം ക്ലിയർ ആയിട്ട് പഠിച്ചോണേ. BCG എന്ന് പറയുന്ന വാക്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വളരെ ചെറുതാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ കാര്യം സ്റ്റിപ്പ് ചെയ്തെടുത്താണ് പറയുന്നത്, കേട്ടുകൊള്ളുക. ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. എന്താ? ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ എന്ന് പറയുന്നതാണ് BCGയുടെ ഫുൾ ഫോം. ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. അടുത്താണ് OPV എന്ന് പറയുന്നത്. OPVയുടെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ. എന്താ? ഓറൽ പോളിയോ വാക്സിൻ ആണ് OPV. ഇനി HPV ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ്, അതറിയാലോ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. FIPV എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയോ വാക്സിന്റെ ഫ്രാക്ഷണൽ ഡോസ്. പോളിയോ വാക്സിന്റെ ഫ്രാക്ഷണൽ ഡോസ് ആണ് FIPV എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നീട് RVV ഉണ്ട്. RVV എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടാ വൈറസ് വാക്സിൻ ആണ്. സോ ഈ വാക്സിനുകളുടെ ഫുൾ ഫോമുകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക, പുതിയ SCRT കണ്ടന്റ് ആണ്. BCG എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ ആണ്. OPV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസിനോട് ഉപയോഗിക്കുന്നു. FIPV ഇമ്പോർട്ടൻ്റ് ആണ്, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടാ വൈറസ് വാക്സിൻ. അടുത്ത എന്താണ്? PCV. എന്താ? ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. PCVയുടെ ഫുൾ ഫോം എന്താ? PCV എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ആണ്. MR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൽസ് റുബെല്ല വാക്സിൻ. ആണ് MR. DPT, ഡിഫ്തീരിയ പെർട്ടൂറിസിസ് ടെറ്റനസ് വാക്സിൻ. DPT എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്? ഡിഫ്തീരിയ പെർട്ടൂറിസിസ് ടെറ്റനസ് വാക്സിൻ. പിന്നീട് TD എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. സോ വാക്സിനുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. PCV എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റീവ് വാക്സിൻ ആണ്. MR എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൽസ് റുബെല്ല വാക്സിൻ ആണ്. DPT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്തീരിയ പെർട്ടൂറിസിസ് ടെറ്റനസ് ആണ്. TD എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകൾ എന്ന് പറയുന്നത്?
വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെല്ലുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ശരീരത്തിലെ ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള കോശങ്ങൾ, അല്ലെ? നമ്മുടെ ശരീരത്തിലെ ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ വിത്ത് കോശങ്ങൾ, സ്റ്റെം സെല്ലുകൾ അല്ലെങ്കിൽ മാസ്റ്റർ സെല്ലുകൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഏത് കോശമായിട്ടും മാറാം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്, അല്ലെ? പേശികോശം, രക്തകോശം, നാഡീകോശങ്ങൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കോശങ്ങളുണ്ട്. ഈ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകൾക്ക്, ഈ വിത്ത് കോശം അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകൾക്ക് ഏത് കോശമായിട്ട് വേണമെങ്കിലും മാറാനായിട്ട് സാധിക്കും. ഏത് കോശമായിട്ട് വേണമെങ്കിലും മാറാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. വാക്സിനുകളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. വാക്സിൻ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. ഏത് താപനിലയിലും സൂക്ഷിക്കാൻ സാധിക്കും ആണോ? പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ്, നമ്മൾ പഠിച്ചു. പോളിയോ തുള്ളിമരുന്ന് OPV ഒരു വാക്സിനാണ്. എല്ലാ വാക്സിനുകളും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ് നൽകുന്നത്. തെറ്റല്ലേ? ഓറലി നൽകുന്ന ഓറൽ പോളിയോ വാക്സിൻ ഉണ്ട്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാൽബിൻ ആണ്. അത് ശരിയാണ്. ഏത് താപനിലയും സൂക്ഷിക്കാൻ സാധിക്കും. അല്ല, വാക്സിനുകൾ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക താപനിലയുണ്ട്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ബിയും ഡിയുമാണ് ശരിയായത്. ഏതൊക്കെയാണ്? ബിയും ഡിയും ഓപ്ഷനുമാണ് ശരിയായത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഡ്രൈവർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ എക്സാമിനുള്ളൂ. ആ സമയം കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ എന്ന് പറയുന്നത്. സോ ഈ ബാച്ചുകളിൽ എത്രയും വേഗം ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ 2026 നിങ്ങൾക്കും നേടാം ഒരു ഗവൺമെന്റ് ജോലി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.